Philadelphia MTC. Let's proudly welcome Philadelphia MTC for this skit. അതിജീവനത്തിന്റെ പാതയിൽ അനീതിയുടെയും അപമതിയുടെയും മധ്യേ ദൈവകൃപയുടെ പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അനന്തമായ ദൈവകൃപയുടെയും ചോദ്യം ചെയ്യാതെയുള്ള വേദപുസ്തകത്താളുകളിൽ നമുക്ക് ഉദാത്തമായ ജീവിതവും ഉത്തമമായ മാതൃകയും മൂലം കൃപാവഴി പാദമുദ്രകൾ പതിപ്പിച്ച ഈ വനിതകൾ മാതൃകയാകാവുന്ന ജീവിതമാണ്. വേദപുസ്തക വനിതകളുടെ സ്വഭാവ രീതികളെ അടുത്തറിയുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 വർഷക്കാലമായി ഫിലഡൽഫിയ മാർത്തോമാ ചർച്ച് സേവിയ സംഘാംഗങ്ങൾ നടത്തിവന്ന പഠനത്തിന്റെ തുടർച്ചയായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഞങ്ങൾ കണ്ടുമുട്ടിയ ഏതാനും വേദപുസ്തകത്തിലെ സ്ത്രീരത്നങ്ങൾ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാണ്. പ്രായം കഴിഞ്ഞിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ട സ്ത്രീരത്നം സാറ. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും കനാനിലേക്ക് നയിച്ചുകൊണ്ട് പോകാൻ സഹോദരന്മാരായ മോശയോടും അഹ്റോനോടും ഒപ്പം നിന്ന ധീര വനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിരിയാം തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവരുടെ പിന്നാലെ ചെന്നു. ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ ദബോര. ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാരാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിനെ രക്ഷിക്കായി ധൈര്യപൂർവ്വം ബാരാക്കിനോടും സൈന്യത്തോടും ഒപ്പം അവർ പുറപ്പെട്ടു. അവർ നേടിയ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദബോര പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു. രൂത്തും നവോമിയും. യഹോവയോടും അമ്മാവിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്തെത്തിയ മോവാബ്യ സ്ത്രീയായ രൂത്ത് തന്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മകളായിരുന്നു. മരുമക്കളിൽ ഒരാളായ ഓപ്പ തന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിയപ്പോഴും രൂത്ത് അമ്മാവിയമ്മയായ നവോമിയോട് പറ്റുന്നു. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച രൂത്ത് മരുമക്കൾക്ക് ഒരു മാതൃകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഹന്നയുടെ അടുത്തു പോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്.
ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർഭോചിതമായ പ്രവൃത്തി കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീര വനിത. നയമാന്റെ വീട്ടിലെ അടിമ പെൺകുട്ടി. ഇസ്രായേലിന്റെ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന അടിമ പെൺകുട്ടി. പരാക്രമശാലിയായിരുന്നുവെങ്കിലും കുഷ്ഠരോഗിയായിരുന്ന സ്വന്തം യജമാനായ നയമാന്റെ മുന്നിൽ ധൈര്യപൂർവ്വം തന്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി. എസ്തർ. അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യ എസ്തർ തന്റെ രാജ്ഞിപദത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിലും ഒന്നും മതിമറന്ന് ആഹ്ലാദിക്കാതിരുന്ന എസ്തർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു സ്വജനത്തിന്റെ വെളിവിന് വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ. മറിയയും എലീശബെത്തും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസിയുടെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ നാട്ടി ഏൽപ്പിച്ചു കൊടുത്ത മറിയം സ്വന്തം മകനെ ലോകത്തിന്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകൊടു. യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ ജനിച്ച യോഹന്നാന് ജന്മം കൊടുത്ത എലീശബെത്ത് ദൈവസന്നിധിയിൽ നീതിയുള്ളവർ കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവളുമായിരുന്ന ഉത്തമ സ്ത്രീ എലീശബെത്ത്. ഹന്നാ പ്രവാചകി. ആശയ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്നാ പ്രവാചകി വളരെ വയസ്സിയെത്തും ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി രാവും പകലും ആരാധന കഴിച്ചു നിന്നു. അതുകൊണ്ട് യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ ഹന്നാ പ്രവാചകിക്ക് കഴിഞ്ഞു. മാർത്തയും മറിയയും. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു മനം കലങ്ങിയിരുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃകയാക്കാവുന്നതാണ്. ശമരിയക്കാരി സ്ത്രീ. യേശുവിനെ പശിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ ശമരിയക്കാരി സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചുവെക്കാതെ വെള്ളം കോലാൻ വന്ന കാര്യം പോലും മറന്ന് കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സത്വർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു. അവളുടെ വാക്ക് കേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാനെത്തുന്നു. മഗ്ദലക്കാരിക്ക് മറിയം. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം യേശുവിനെ അനുഗമിച്ച മഗ്ദലക്കാരിക്ക് മരണസമയത്ത് യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു. അതിരാവിലെ കല്ലറയിലെത്തിയ മഗ്ദലക്കാരിക്ക് മറിയയെയാണ് താൻ ഉയർത്തെഴുന്നേറ്റു എന്ന സദ്വർത്തമാണ് ശിഷ്യന്മാരെ അറിയിക്കാൻ യേശു ചുമതലപ്പെടുത്തി. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി മാറിയ മഗ്ദലക്കാരിക്ക് മറിയ.
യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശുവിനോടുകൂടി നടക്കുകയും യേശുവിനെ പരിചരിക്കുകയും ചെയ്യുന്നതിൽ സ്ത്രീകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. യേശുവിന് വളരെയേറെ പ്രിയപ്പെട്ട ഒരു വിഭാഗമായിരുന്നു വനിതകൾ എന്ന് സുവിശേഷങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. Jesus' interactions with women were revolutionary for his time in a society where women were marginalized. Jesus welcomed women as disciples, treating them with dignity and respect, a radical love which transcends into a model of compassion, inclusion, and respect. We praise God for what He has done for us, women.